ഡൽഹി, കുളു, മണാലി എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ 45 പേരടങ്ങുന്ന സംഘം പുറപ്പെടുകയാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കൊച്ചി എയർപോർട്ടിലാണ്. ഇവിടെ ഡൊമസ്റ്റിക് ടെർമിനൽ 1 ഇപ്പോൾ ഉള്ളത്. എല്ലാവരും നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൂടെ യാത്രയാകാനുള്ള എല്ലാവരും ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അവരുടെ യാത്രാരേഖകളൊക്കെ കൈമാറണേ. കൂടെ നമുക്ക് അവിടെ ചെറിയ കിറ്റ്, ബാഗ്, അതേപോലെ ക്യാപ്പ്, ഈ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ട് നേരെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകാൻ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലെത്തിയിട്ടുണ്ട്. ഇൻഡിഗോ ഫ്ലൈറ്റിലാണ്. കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുന്ന ഫ്ലൈറ്റിലാണ്. അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഏകദേശം ഒരു മൂന്നിൽ ഒരു ഭാഗം നമ്മളെ ആളുകൾ തന്നെയാണ്. കാരണം 40 ആളുകൾ നമ്മൾ ഈ ഒരു 45 ആളുകൾ നമ്മൾ ഈ ഒരു ഫ്ലൈറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഫേസ് ഷീൽഡ്, അതേപോലെ തന്നെ മാസ്ക് ഒക്കെ നിർബന്ധമാണ്. ഇപ്പോൾ ഉള്ള കൂടുതൽ ആളുകളെ കുറച്ച് പരിചയപ്പെടുത്താം. ഇത് നമ്മളെ കാക്കനാടുള്ള ടീമാണ്. നമ്മളെ ഹമീദ് ഖാൻ, നമ്മളൊക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ് ഹമീദ് ഖാൻ. പാലക്കാട് നിന്നുള്ള ആളുകൾ, അതേപോലെ ശിജിത്തും ഭാര്യ മേഖലയും നമ്മുടെ കൂടെ ഉണ്ട്. ഇവർ നമ്മൾ കുറേ യാത്രയിൽ നമ്മളെ കൂടെ വന്ന ആളുകൾ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുകയാണ്. നല്ല തണുപ്പാണ്. സമയം ഇവിടെ ഉച്ചക്ക് 12:30 മണിക്കാണ് ഞങ്ങൾ വന്ന് ഇറങ്ങുന്നത്. പക്ഷെ നല്ല തണുപ്പാണ്. അപ്പോൾ ഞങ്ങളെ കാത്ത് അവിടെ ബസ് നിൽക്കുന്നുണ്ട്. സാധാരണ പോലെ ബസ് ഫുള്ളായിട്ട് ആളുകളെ കൊണ്ടുവന്നിട്ടില്ല. കുറച്ച് ആളുകൾ തന്നെ വന്ന് എയർപോർട്ടിലെത്തി. എല്ലാവരും വരുന്ന വഴി, കാരണം ബാക്കിയുള്ള ആളുകൾ വന്നുകൊണ്ട് ഇരിക്കുന്നുള്ളൂ. അപ്പോൾ അവരെ കാത്തുകൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. നമ്മൾ ബസ് പുറത്ത് കാത്ത് നിൽക്കുന്നുണ്ട്. വന്നോ ഇല്ലെന്നുള്ളത് അന്വേഷിച്ചു. പക്ഷേ ബസ് കുറച്ച് ലേറ്റ് ആണെന്നാണ് അറിഞ്ഞത്. എന്തായാലും നമുക്ക് ലഗേജൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പ്രാഥമിക കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് പ്രവേശിക്കുകയാണ്. പുറത്ത് നല്ല തണുപ്പാണ്. എല്ലാവരും ഇപ്പോൾ കോട്ടൊക്കെ തന്നെ അത്യാവശ്യം ധരിക്കുന്നുണ്ട്. നമ്മളെ ബസ് വരാൻ നമ്മൾ അല്പം, കാരണം ഒരു സാധാരണഗതിയിൽ ബസ് നമ്മളെ കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് ഞങ്ങൾ ബസ്സിനെ കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അല്പസമയം കാത്തു നിൽക്കുന്ന കാരണം നല്ല വിശപ്പായിരുന്നു എല്ലാവർക്കും. കാരണം രാവിലെ നേരത്തെ എണീറ്റ് ഫ്ലൈറ്റിൽ കയറിയതാണ്. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഡൽഹിയിൽ വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ബസ് ഒരു 2 മണിക്കൂറോളം ലേറ്റായി പോയി. പക്ഷെ ആ വിഷമൊന്നും ആരെ മുഖത്തും കാണുന്നില്ല. എല്ലാവരും ബസ് കണ്ട് ഹാപ്പിയാണ്. നല്ല വോൾവോയുടെ ബസ്സാണ്. ഡൽഹിയിലെ ഏറ്റവും പേര് കേട്ട രാംദലാലിന്റെ ബസ് തന്നെയാണ്, വോൾവോ ബസ് തന്നെയാണ് നമുക്ക് യാത്രക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. നല്ല വിസ്താരം, നല്ല സുഖമായിട്ട് കാലൊക്കെ നീട്ടിയിരിക്കാൻ പറ്റിയ ഓരോരോ സീറ്റുകൾ തമ്മിൽ നല്ല വ്യത്യസ്ത ഗ്യാപ്പുകളോട് തന്നെയാണ്. ഡൽഹിയിൽ നമ്മൾ കരോൾബാഗിൽ ഏറ്റവും തിരക്കുള്ള ആ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ താമസമുള്ളത്. അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടി മാത്രമാണ് ഇപ്പം നമ്മുടെ ഒരു യാത്ര. അങ്ങനെ നമ്മൾ ഡൽഹി നമ്മളെ ഹോട്ടലിന്റെ മുന്നേ, കാരണം ഹോട്ടലിന്റെ ആ ഭാഗത്തേക്ക് ബസ് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ നടന്നു പോവുകയാണ്. കാരണം ഉച്ചക്ക് കഴിക്കേണ്ട ഭക്ഷണം ശരിക്കും നമ്മൾ വൈകുന്നേരമാണ് കഴിക്കേണ്ടത്. നല്ല നാടൻ ബിരിയാണി ആട്ടോ. നല്ല നാടൻ ബിരിയാണി, മലപ്പുറം ബിരിയാണി എന്ന് പറഞ്ഞ മാതിരി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ മണാലിയിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ അത്യാവശ്യം എല്ലാവരും നല്ല ടയർഡായിരുന്നു. അതൊക്കെ ഒന്ന് റിഫ്രഷ്മെന്റിൽ മാറി ഇനി ഒന്ന് അവസാനം നമ്മൾ എല്ലാം ഒന്ന് ഉറങ്ങിയിട്ട് നമ്മളൊന്ന് പോകും. കുറച്ച് സമയം ഈ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഡൽഹി ബോർഡർ വിടണം. നമ്മൾ ഹരിയാനയിൽ എത്തിയതിനു ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കുന്നത്. അതുവരെ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. നല്ല രസകരമായിട്ടുള്ള ഹോട്ടലിലാണ് നമ്മൾ ഡ്രൈവർ നിർത്തിയിട്ടുള്ളത്. ധാബ, നല്ല വലിയൊരു ശിവ ധാബ എന്ന് പറയും. ഇവിടുത്തെ നമ്മുടെ ഹരിയാനയിലെ വലിയൊരു ധാബ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. എല്ലാവിധ ഫുഡുകളും ഇവിടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതിന് പുറമെ നമ്മളെ ക്യാമൽ സഫാരി ഉണ്ട്. എല്ലാ ചിക്കൻ്റെ വിവിധ തരത്തിലുള്ള ഐറ്റംസ് ആണ് നമ്മളിവിടെ ഉള്ളത്. പക്ഷേ ഇതൊന്നും നമ്മൾ കഴിക്കുന്നില്ല. കാരണം ഉച്ചക്ക് നല്ലവണ്ണം ചിക്കൻ ബിരിയാണി കഴിച്ചത് കൊണ്ട് തന്നെ എല്ലാവർക്കും വെജിറ്റേറിയൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വെജിറ്റേറിയൻ ഭാഗത്തേക്കാണ് പോയത്. വെജിറ്റേറിയൻ കഴിച്ച റൊട്ടി, ദാല്, കാരണം നിങ്ങൾക്കറിയാലോ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഫുഡാണ് കഴിക്കുന്നത്. എല്ലാവർക്കും അതാണ് ഇഷ്ടവും. അത് കഴിച്ച് നമ്മൾ നേരെ വീണ്ടും നമ്മൾ യാത്ര തിരിക്കുകയാണ്. എല്ലാവരും ബൊഫേ ഫുഡാണ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇനി ഒരു ബസ്സിൽ ഒരു ദൂര യാത്രയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറക്കത്തിലേക്ക് വീഴും. എല്ലാവരും സുഖമായിട്ട് ഉറങ്ങിയതിന് ശേഷം രാവിലെ നമ്മൾ മണാലിയിലെത്തും. രാത്രിയിലെ നീണ്ട ഒരു ഉറക്കത്തിന് ശേഷം എല്ലാവരും ഉണരുന്നത് തന്നെ നല്ല ഒരു സുപ്രഭാതത്തിലേക്കാണ്. മലകളും തോടുകളും ആ ഒരു പ്രത്യേക നിറത്തിലുള്ള വെള്ളം തന്നെ കാണുമ്പോൾ തന്നെ ആ ഒരു സുന്ദര നിമിഷത്തിലേക്കാണ് എല്ലാവരും ഉണർന്നത് തന്നെ. എല്ലാവരും കാഴ്ച കാണുന്ന തിരക്കിലാണ് ഇപ്പോൾ. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന്, കാരണം രാവിലെ എഴുന്നേറ്റതാണ്, ഇനി ഒന്ന് ഫ്രഷ് ആകണം, ഒന്ന് ടോയ്ലറ്റ് പോകണം, ഒരു കട്ടൻ ചായ കഴിക്കണം. അങ്ങനത്തെ ഒരു ചെറിയ പരിപാടി ബാക്കിയുണ്ട്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ കാണാൻ കഴിയും നല്ല പാറക്കെട്ടുകളിലൂടെയുള്ള ആ ഒരു റോഡ്, ഇരുവശത്തും രസകരമായ കാഴ്ച. ഈ ഒരു യാത്രയിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് വോൾവോ ബസ്സാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു യാത്രയുടെ ക്ഷീണം തന്നെ ആരും മുഖത്തുമൊന്നും ഉണ്ടായിട്ടില്ല രാവിലെ ഉണർന്നപ്പോഴും. പിന്നെ ഞങ്ങളുടെ ഡ്രൈവറെ നമ്മൾ സമ്മതിക്കണം. അദ്ദേഹം ഒരു സംഭവമാണ്. ഞങ്ങളുടെ കൂടെ വന്ന 45 പേരും ഒരേ രീതിയിൽ സമ്മതിക്കുന്ന ഒരു കാര്യം. ആദ്യമൊക്കെ ഞങ്ങൾക്ക് വലിയ ഭയമായിരുന്നു, ഇയാൾ എങ്ങനെയായിരിക്കും ഡ്രൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ രാത്രിയിൽ ഇത്രയും സമയം ഇയാൾ മാറാതെ ഒരേ ഡ്രൈവിംഗ് ആണ്. പക്ഷേ
ഒരേ സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും നേരത്തെ അയാൾ ഞങ്ങൾ അവിടെ എത്തിച്ചു, ആ ഡ്രൈവർ. അതിനെ ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. എല്ലാവരും അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾക്കൊരു 4 മണിക്കൂർ 5 മണിക്കൂറോളം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താനുണ്ട്. വീണ്ടും ഒന്നുകൂടി മയക്കത്തിലേക്ക് പോവുകയാണ് എല്ലാവരും. പക്ഷെ അതിന് സമ്മതിക്കാൻ പാടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ അവരെ ഉറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചൊരു പാട്ടൊക്കെ പാടി. ഞാൻ ഏതോ ഒരു പഴയ ഒരു മലയാള പാട്ട് മാപ്പിളപ്പാട്ട് പാടി ഒപ്പിച്ച് എല്ലാവരും കൂടിയത് കൊണ്ട് അത്യാവശ്യം രക്ഷപ്പെട്ടു. അങ്ങനെ ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട 45 പേരടങ്ങുന്ന ഞങ്ങളുടെ സംഘം ഇപ്പോൾ മണാലിയിൽ എത്തി. ഇവിടെ രാവിലെ 10:30 മണിയായി. ഇനി അങ്ങോട്ട് വലിയ ബസ് പോകില്ല, കാരണം നമ്മളെല്ലാവരും കൂടി ഒരു ബസ്സിലാണ് വന്നിരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ടെമ്പോ ട്രാവലറിൽ നമ്മൾ 3 ടെമ്പോ ട്രാവലറിലായിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ താമസിക്കുന്ന നമ്മളെ റിസോർട്ടിലേക്ക് പോകുന്നത്. റിസോർട്ടിലെത്തിയതിനു ശേഷം നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ലഗേജൊക്കെ മാറ്റി കയറ്റുന്ന ഒരു തിരക്കിലാണ്, കാരണം ആ വലിയ ബസ്സിൽ നിന്നും എടുത്ത് നമ്മൾ ചെറിയ ഓരോ 3-4 ടെമ്പോ ട്രാവലറിലായിട്ടാണ് നമ്മൾ അങ്ങോട്ട് യാത്രയാകുന്നത് സംഘം. അതിന് അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഇനിയുള്ള യാത്രകളൊക്കെ ഇത്തരം ചെറു വാഹനങ്ങളിലായിട്ടാണ്, കാരണം ഈ വലിയ ബസ്സൊന്നും നമ്മളെ മണാലി സൈഡിലൂടെയൊന്നും നമുക്ക് പോകാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ റിസോർട്ട് എത്തും. ഇഷാൻ റിസോർട്ട് എന്ന് പറഞ്ഞ മണാലിയിലെ ഒരു 3 സ്റ്റാർ റിസോർട്ടിലാണ് നമ്മൾ താമസം. എല്ലാവരും ഞങ്ങൾ കാരണം രാവിലെ ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള സമയത്തും ചിലപ്പോൾ നമുക്ക് യാത്രയിൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ ഏകദേശം സമയം 11 മണി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ. അപ്പോൾ സഹോദരങ്ങളെ, അങ്ങനെ മണാലിയിൽ നമ്മളെത്തി റൂമിലൊക്കെ പോയി ഫ്രഷ് അപ്പ് ആയിട്ട് ഇനിയിപ്പോൾ ലോക്കൽ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ലഞ്ചിന് വേറൊരു സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ലഞ്ച് കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ലഞ്ചിന് നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുഡുകൾ, അതായത് വെജിറ്റേറിയൻ ഫുഡാണ് നമ്മൾ ഇന്ന് അറിഞ്ഞിട്ടുള്ളത്. രാത്രിയിൽ നമുക്ക് നോൺ വെജ് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ഫുഡുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് കേരള സ്റ്റൈലൊന്നുമല്ല, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള റൊട്ടിയും അതുപോലെ തന്നെ റൈസും അവിടുത്തെ ദാൽ കറിയും അതേപോലെ തന്നെ എഗ്ഗ് കറിയും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നമ്മൾ നേരെ ചെറിയൊരു സൈറ്റ് സീയിങ്, നമ്മൾ ഹഡിംബ ടെമ്പിൾ, അതിനോടനുബന്ധിച്ച് അവിടെ കുറച്ച് സൈറ്റ് സീയിങ്, അത് കഴിഞ്ഞ് നമ്മൾ റെയിൽ മാള്, അങ്ങനെ റെയിൽ റോഡ് മാള് നമ്മൾ കുറച്ച് നേരം ഒരു ചെറിയൊരു പർച്ചേസിങ്, അങ്ങനെയുള്ള കുറച്ചൊരു സൈറ്റ് സീയിങ് കണ്ടു കഴിഞ്ഞ് നമ്മൾ രാത്രി ആകുമ്പോഴേക്കും തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ഹഡിംബ ടെമ്പിളിൻ്റെ മുന്നിലെത്തി. ഞാൻ എല്ലാവരെയും ടെമ്പിളിലേക്ക് ആദ്യം തന്നെ പറഞ്ഞയച്ച്, പിന്നെ ഞാൻ എന്ത് ചെയ്തു അറിയാം, ആ സമയത്ത് ഇവിടെ ഇതേമാതിരത്തെ കുറച്ച് കാഴ്ച വസ്തുക്കളുണ്ട്. കാരണം എല്ലാവരും കൂടി ഉള്ള സമയത്ത് എനിക്ക് ചിലപ്പോൾ അവസരം കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അവരെല്ലാവരും ഞാൻ ടെമ്പിളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ ഇവിടെയുള്ള ഈ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് നല്ല യാക്കാണ്, ആ യാക്കിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി, അതേപോലെ ഇവിടെ നല്ല നല്ല രസകരമായിട്ടുള്ള പല ഇവിടുത്തെ പ്രാചീന രീതിയിലുള്ള അവിടുത്തെ വസ്ത്ര രീതികളൊക്കെ നമ്മൾ ഓരോരുത്തരും ടൂറിസ്റ്റുകളും വന്നിട്ട് നമ്മൾ ധരിച്ചിട്ട് ഫോട്ടോഷൂട്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഞാൻ അവരൊക്കെ ഒന്ന് പരിചയപ്പെട്ട് അവരോട് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തന്നിട്ട് എല്ലാം. ഞാൻ ഇങ്ങനെ ടൂറിസ്റ്റ് മാനേജർ, ഒരു ടൂർ മാനേജറാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു തന്നെ. പിന്നെ ഇങ്ങനെ കുറേ പല ഭാഗങ്ങളിലുള്ള ടൂറിസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ട്, അവരൊക്കെ പരിചയപ്പെട്ടു. ഇവിടുത്തെ പഴക്കമുള്ള ഒരു അമ്പലമാണ്. ഇവിടുത്തെ ആളുകളൊക്കെ വളരെ ഭയഭക്തിയോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ചുറ്റും നടക്കുന്നതും അവിടെ അകത്തേക്ക് പ്രവേശിക്കുന്നതും തൊഴുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഭഗവതി ക്ഷേത്രമാണ്. ഈ ഒരു കാടിൻ്റെ ചുറ്റും നല്ല പാമരങ്ങളെ കൊണ്ടുള്ള ഒരു കാടാണ്. ആ കാടിൻ്റെ ഒരു നടുവിലായിട്ടാണ് ഈ ഒരു അമ്പലം ഉള്ളത്. പ്രത്യേകിച്ച് ഒരു പുതിയ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും അതിമ ചെയ്തിട്ടില്ല. ആ പഴയ രീതിയിലുള്ള പഴമയോട് കൂടിയ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും അമ്പലം സ്ഥിതി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഹഡിംബ ദേവീക്ഷേത്രമൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ബുദ്ധിസ്റ്റ് മോണസ്ട്രിയാണ്. ബുദ്ധിസ്റ്റ് മോണസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധമതക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ബുദ്ധിസ്റ്റ് മോണസ്ട്രി. അപ്പോൾ നമുക്ക് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതേപോലെ തന്നെ അതിന് ശേഷം നമുക്ക് മാൾ റോഡ് ഷോപ്പിംഗ് സെൻ്ററാണ്, ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. സെൻറ്ററുകളും ഉണർന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ മാൾ റോഡ് ഷോപ്പിംഗ് സ്ട്രീറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബുദ്ധിസ്റ്റ് മൊണസ്ട്രി എന്ന് പറയുന്നൊരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബുദ്ധമതക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇവിടെ. എല്ലാവരും നമ്മൾ അങ്ങനെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഇവിടെ വരും. ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട സുലൈമാൻ മേൽപ്പത്തൂർ സാർ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കത് വിശദീകരിച്ചു തരും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീബുദ്ധ ഭഗവാന്റെ സ്ഥലത്താണ്, ഹിമാചൽ പ്രദേശ്. അതായത് ബോധം നഷ്ടപ്പെട്ട ജനതയ്ക്ക് ബോധനം നൽകിയതിൻ്റെ പേരിൽ ബോധിവൃക്ഷ ചുവട്ടിലിരുന്ന് ബോധനം നൽകിയത് കൊണ്ടാണ് ശ്രീബുദ്ധന് ബുദ്ധൻ എന്ന പേര് വരാനുള്ള കാരണമുണ്ടായത്. അദ്ദേഹം ആദ്യം സിദ്ധാർത്ഥ എന്ന് പറയുന്ന രാജകുമാരനായിരുന്നു. തൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും വെടിഞ്ഞുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം ജനങ്ങളെ നേരെയാക്കുന്നതിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത് എന്നാണ് ചരിത്രം.
അങ്ങനെയാണ് ബോധിവൃക്ഷ ചുവട്ടിലിരുന്ന് ബോധനം നൽകിയത്, അതുകൊണ്ട് ശ്രീബുദ്ധൻ എന്ന് പേര് വന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ സ്ഥലമാണിത്. ബുദ്ധിസ്റ്റുകൾ പ്രത്യേകിച്ചും വന്ന് ഹിമാചൽ പ്രദേശിലെ ഇവിടെയാണ് ഇരുന്നത് എന്നാണ് ഐതിഹ്യം. അദ്ദേഹത്തിൻ്റെ വലിയ വിഗ്രഹത്തിനെ നമുക്ക് കാണാവുന്നതാണ്. അകത്തേക്ക് പോയി കഴിഞ്ഞാൽ വലിയ വിഗ്രഹത്തിനെ നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഈ ബോധനം നൽകിയിട്ടുള്ള സ്ഥലം എന്നറിയപ്പെടുന്ന ഹിമാചൽ പ്രദേശിലെ സ്ഥലം. ഈ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഇത് നടന്നത് എന്നാണ് ചരിത്രത്തിൻ്റെ ഐതിഹ്യം നമ്മോട് പറയുന്നത്. ഇത് ശ്രീബുദ്ധ ഭഗവാന്റെ ആളുകൾ ആരാധനയുടെ ഭാഗമായി നടത്തുന്ന പ്രയർ വീൽ എന്ന് പറയും, പ്രാർത്ഥന ചക്രം എന്ന് പറയും. നമ്മൾ യോദ്ധ എന്ന് പറയുന്ന സിനിമയിൽ അതിൽ ഈ ടിബറ്റൻസ് കറക്കുന്ന ഒരു കറക്കലുണ്ട്. അതാണ് ശരിക്കും ഈ പ്രയർ വീൽ. അവർക്കതിങ്ങനെ കറക്കിക്കഴിഞ്ഞാൽ എന്തോ ദിവ്യബോധം ഉണ്ടാകുമെന്നാണ് സാധാരണ പറയുക. അതിവിടെ നിന്നാണ് കറക്കൽ തുടങ്ങേണ്ടത്. ഇങ്ങനെ കറക്കിയിട്ട് പോകണമെന്നുള്ളതാണ്. ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഈ ബുദ്ധമതം ഇന്ന് ബുദ്ധിസ്റ്റുകൾ വളരെ ക്രൂരന്മാരായി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ബുദ്ധമതം സത്യത്തിൽ വളരെ ആത്മീയമായ, ജനങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാ മതസ്ഥരെയും ഉൾക്കൊള്ളുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു മതമാണ്. മുസ്ലിങ്ങൾ വന്ന് കറക്കിയാലും ആര് വന്ന് കറക്കിയാലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു വർഗീയപരമായ കാഴ്ചപ്പാട് ബുദ്ധിസ്റ്റുകൾക്കില്ല. പക്ഷേ ടിബറ്റൻസ് എന്ന് പറയുന്ന മറ്റ് പല ബുദ്ധിസ്റ്റുകൾക്കും അങ്ങനെയൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. അത് യഥാർത്ഥത്തിലുള്ള ബുദ്ധ ഭഗവാന്റെ ഒരാശയം അല്ലതാണ്. ഇതാണ് ശരിക്കും ഈ പ്രയർ വീൽ എന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെ ചക്രം എന്നറിയപ്പെടുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ബുദ്ധിസ്റ്റ് മോണസ്ട്രിയും കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മാൾ റോഡ് ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മാൾ റോഡ് ഷോപ്പിംഗ് സ്ട്രീറ്റ്. ഇത് വളരെ തിരക്ക് പിടിച്ച ഒരു സ്ട്രീറ്റാണ്. വൈകിട്ടായി കഴിഞ്ഞാൽ ഇതിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 45 പേരും ചിന്ന ഭിന്നമായിട്ടാണ് പിന്നെ തിരിച്ച് ഹോട്ടലിലേക്ക് എത്തിയത്. പലരും പല വഴിക്കൊക്കെ പോകേണ്ടി വന്നു. കാരണം കൂട്ടത്തിൽ നിന്നും തിരഞ്ഞു പിടിക്കാൻ വളരെയധികം പ്രയാസമാണ്. പക്ഷേ പർച്ചേസിന് പറ്റിയ സ്ഥലമാണ്. നമുക്ക് നല്ല രസകരമായ ചീപ്പസ്റ്റ് ബാർഗെയിൻ ചെയ്യണം കേട്ടോ. ഇവിടെ വന്നിട്ട് നല്ലവണ്ണം ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും വില കുറച്ച് നമുക്ക് വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ ആരും മണാലിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും മാൾ റോഡ് സ്ട്രീറ്റിലൂടെ ഒന്ന് വൈകിട്ടായി കഴിഞ്ഞാൽ നടക്കണം. എന്നെങ്കിൽ ഇവിടുത്തെ ആ ഒരു രീതിയിലുള്ള ആ ഒരു പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഷെഡ്യൂളൊക്കെ കഴിഞ്ഞു. അടിമ്പാദേവി ക്ഷേത്രമൊക്കെ കണ്ടു, മാൾ റോഡ് ഷോപ്പിംഗ് സ്ട്രീറ്റ് കണ്ടു, ബുദ്ധിസ്റ്റ് മോണസ്ട്രിയൊക്കെ കണ്ടു. നാളെ രാവിലെ പുലർച്ചെ സുബീക്ക് നമ്മൾ എണീറ്റിട്ട് ആ തണുപ്പ് മഞ്ഞുകട്ടയിലേക്ക് പോകും, സൊലാങ് വാലിയിലേക്ക്. സൊലാങ് വാലിയിലാണ് യഥാർത്ഥ മഞ്ഞ് രൂപങ്ങളും മഞ്ഞിലുള്ള കളികളൊക്കെ നമുക്ക് കാണാൻ കിടക്കുന്നത്. അതിനുശേഷം നമ്മൾ കുളുവിലേക്ക് പോകും. കുളുവിലുള്ള റാഫ്റ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഞങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ കൊടുക്കുന്നില്ല. അത് അടുത്തൊരു എപ്പിസോഡായിട്ട് തന്നെ നമ്മൾ അത് നിങ്ങൾ റിലീസ് ചെയ്യും. ആ സമയത്ത് നിങ്ങളൊക്കെ അത് കാണണം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മണാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണുന്നതിന് വേണ്ടി നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക.